പൈസയാണ്. വളയിടാൻ സമ്മതിക്കാത്തതിന് ഓരോരു വിലാല ആ വളക്കാരെ. അത് മാത്രമല്ല, ഈ ദുനിയാവിലുള്ള ഒരു ചെയ്താലെ അന്റെ ദേഹത്തോടാൻ നമ്മൾ സമ്മതിക്കില്ല. മാതാപുരത്തുനിന്നും വേണമെന്ന് കോഴിക്കോട്ടുനിന്നും നമ്മൾ തന്നെ പോയി നല്ല അസല് പണം കൊണ്ടു തരൂലേ. പിന്നെ എന്തെല്ലാം ഉണ്ട് ആശ പറഞ്ഞു. വടക്കേ പോയി 500 പറ കണ്ടോ അന്റെ പേരിൽ എഴുതി തരട്ടെ. ഇനി എന്താ വേണ്ടേ? 10 കൊമ്പനാനെ തരട്ടെ. അല്ല, നമ്മൾ അനക്ക് ഒരു കുറവും വെച്ചില്ല. ഈ 10 തങ്കത്തിന് നമുക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ഇംഗ്ലീഷുകൾ കൂടുതൽ പണി ചെയ്ത് അതുകൊണ്ടാ ബോധം കേട്ടത്. പക്ഷെങ്കിലേ ഓൻ്റൊക്കെ വലിയ ഉപ്പൂപ്പാനെ തോപ്പിക്കാൻ പോകുന്ന ഒരാള് നമ്മളേലുണ്ട്. ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, ഇക്കാന്റെ അടുത്ത് വാ. ഇനി നമുക്ക് ശമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി വിടക്കേട് നമ്മളെ കൽപ്പന. ഇങ്ങോട്ട് അടുത്ത് വാങ്ങു. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? നമ്മള് വല്യപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് നമ്മള് കനവില് വന്ന്. അത്രയല്ലേ ഉള്ളൂ. നമ്മള് കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെയൊക്കെ നടന്നിരിക്കണം. അത് നമുക്ക് പേടി. ഒന്ന് തെളിച്ച് പറയണ്ട. ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് നമ്മൾ കെട്ടിയതിനൊപ്പം മണിയേറെ കഴിഞ്ഞാല് മയ്യത്താവുമ്പോ അന്റെ ഉപ്പുപ്പാക്ക് തരാറുണ്ടായിരുന്നു. ഇങ്ങനെ വായി തോന്നൊക്കെ വിളിച്ച് പറയാം. അങ്ങനെ കാലം ഇവരുള്ളവരിപ്പോ ഇതൊന്നും വിശ്വസിക്കൂല. അറിയാഞ്ഞിട്ട നമ്മളെ നിക്കാന് 2 ആഴ്ച മുമ്പ് വല്ലുപ്പാപ്പ കനവില് വന്ന് വടക്കുന്നാട്ടുന്നൊരു സുന്ദര ഹാജിയിൽ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു. നടന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവിൽ വന്ന് പറഞ്ഞു ഒരേലും മുത്തനാട് ചത്തു പോകുന്നു. തലയും കുത്തി താഴെ ചത്ത്. പിന്നെ 5 ദിവസം വെള്ളം നടക്കണല്ലേ? ഇങ്ങനെ മയ്യത്തായ പിന്നെ ഞമ്മക്കാരാ? അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല അതൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ല. ഏത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ജാതി സെൻസസ്. അറിയാം. എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ പട്ടുസാരിയും ഒക്കെ ഉണ്ട് സാറേ. അപ്പത്തെ വീട്ടിൽ അവളില്ലേ? ഇതൊന്നുമില്ല, എല്ലാം വെറുതെ പറയണതാ. ഇതൊക്കെ എന്തിനാ നിങ്ങൾ ആദ്യം പറഞ്ഞത്? ചോദിക്കുമ്പോ പറഞ്ഞാൽ മതിയല്ലോ. ഭർത്താവ് എവിടെയാണ്? അകത്താ സാറേ. ഭർത്താവ് അകത്തിരിക്കുകയാണോ? പുറത്തേക്ക് വിളിക്ക്. അയ്യോ, ആകത്തല്ല, ജയിലില്ല. അയ്യോ, പാവായിരുന്നു. 2 പേരെ കൊന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ 7 വർഷമായി അവിടെയാ. അതെയോ? ഈ വീട്ടില് നിങ്ങൾ ഒറ്റയ്ക്ക് താമസം? ഏയ്, എന്റെ മോനുണ്ട്. അവനിപ്പോ 4 വയസ്സായി. ഭർത്താവ് 7 വർഷമായിട്ട് ജയിലിലാ പറഞ്ഞു. കുട്ടിക്ക് 4 വയസ്സ്. അതെങ്ങനെ സംഭവിച്ചു? അതാളെ ഇടയ്ക്കിടയ്ക്ക് കരോളിന് വരുവേ. കരോളോ? ഈ ജയിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിടില്ലേ പുറത്തേക്ക്? കരോള്. പരോള്? ചില സ്ഥലത്ത് അങ്ങനെയും പറയും. ശരി, പേര്? വത്സല.